ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയൊരു ദിവസം. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ദിവസം കൂടി വന്നിരിക്കുകയാണ്. ഈ വർഷത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എൻ്റെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ വെളുപ്പിനെ എറണാകുളം നിന്ന് വന്നിരിക്കുകയാണ്. ഈ കാണുന്ന സ്കൂളാണ് എൻ്റെ പോളിംഗ് ബൂത്ത്. ഇത് ഞാൻ 7 വരെ പഠിച്ച എൻ്റെ സ്കൂളാണ്, ട്വിങ്കിൾ മെമ്മോറിയൽ ഹിന്ദു UP സ്കൂൾ. ഈ സ്കൂളിലാണ് കണ്ണമ്പ്ര പഞ്ചായത്തിലെ 5-ാം വാർഡിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അങ്ങനെ ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി സ്കൂളിലേക്ക് കയറി ചെന്നപ്പോഴാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾ അവിടെ നിൽക്കുന്നത് കണ്ടത്. ഈ നിൽക്കുന്നത് നമ്മുടെ BJPയുടെ സ്ഥാനാർത്ഥിയായ അശോകൻ ചേട്ടനും അപ്പുറത്ത് വൈറ്റ് ഷർട്ട് ഇട്ട് നിൽക്കുന്നത് UDFന്റെ സ്ഥാനാർത്ഥിയായ സുനിലേട്ടനുമാണ്. ഞാൻ സ്കൂളിലോട്ട് കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയാണത്. രണ്ടുപേരും ഭയങ്കര സംഭാഷണത്തിലായിരുന്നു, കാരണം അവർ രണ്ടുപേരും നെയ്ബേഴ്സാണ്. അത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് LDFന്റെ സ്ഥാനാർത്ഥിയായ വിനിൽകുമാർ ചേട്ടനെ കാണുന്നത്. അതും നമ്മുടെ ചേട്ടനാണ്. അങ്ങനെ വോട്ട് ചെയ്യാനായി സ്കൂളിനകത്തേക്ക് കയറി ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഭയങ്കര വലിയ ക്യൂ. സ്കൂളിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന ഗാന്ധിജിയുടെ തോട്ട്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെന്നപ്പോൾ ക്യൂവിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ക്യൂ തന്നെയാണ്. ഭയങ്കര ക്ഷമയോട് കൂടിയിട്ടാണ് ആളുകൾ ക്യൂ നിൽക്കുന്നത്. പൊതുവേ മലയാളികൾ ഇത്രയും ക്ഷമയോടുകൂടി ക്യൂ നിൽക്കുന്നത് രണ്ട് കാര്യത്തിനാണ്. ഒന്ന്, ഇതുപോലെ ഇലക്ഷന് ക്യൂ നിൽക്കുമ്പോഴും, രണ്ടാമത് ബിവറേജസിന്റെ മുന്നിൽ ക്യൂ നിൽക്കുമ്പോഴും മാത്രമേ മലയാളികൾ ഇത്രയും ശുഷ്കാന്തി കാണിക്കാറുള്ളൂ. അങ്ങനെ ഞാനും കുറേ നേരം ക്ഷമയോടുകൂടി നിന്ന് വോട്ടൊക്കെ ചെയ്ത് തിരിച്ചിറങ്ങിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. കുറേ പോലീസുകാർ പുറത്തു വന്ന് നിൽക്കുവാണ് ലാത്തിയൊക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ വോട്ടൊക്കെ ചെയ്ത് സ്കൂളിന് പുറത്തേക്ക് ഇറങ്ങി. നിങ്ങൾ ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകളോ ആയിക്കോട്ടെ, നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന രാഷ്ട്രീയക്കാരെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് കരുതി വോട്ട് ചെയ്യാതിരിക്കരുത്. നമുക്ക് വാല്യൂ ഉള്ള ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഈ വോട്ടുള്ള ദിവസമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വോട്ട് നമ്മുടെ അവകാശമാണ്. അത് നമ്മൾ ചെയ്തേ പറ്റൂ. അങ്ങനെ ഞാൻ എൻ്റെ വോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോഴാണ് ഈ കാണുന്ന ചായക്കടയിൽ നല്ല ചൂട് കടികൾ ഇരിക്കുന്നത് കണ്ടത്. അപ്പം ഞാനൊരു ചൂട് ചായയും നല്ല ചൂട് കാബജിയും മേടിച്ചു. അതിൻ്റെ കൂടെ നല്ലൊരു മുളക് ചമ്മന്തി കിട്ടും. ഒരു രക്ഷയില്ല, ഒടുക്കത്തെ ടേസ്റ്റാണ്. അപ്പം ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് ജോലിക്ക് പോവാണ്.